സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. നിലവിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മല്ലികാർജുൻ ഖാർഗെയും കഴിഞ്ഞാൽ രാജ്യത്തെ കോൺഗ്രസിലെ ശക്തനായ നേതാവാണ് കെ.സി. അനാരോഗ്യം അലട്ടുന്ന ഖാർഗെയുടെ അഭാവത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നതും കെ.സി. വേണുഗോപാൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് തട്ടകം മാറ്റാനുള്ള നീക്കം കെ.സി. നടത്തുന്നത്. ഇതിന്റെ ആദ്യപടിയായി KPCC പുനഃസംഘടനയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ച കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പദവി കൂടി ഒഴിയുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്തകൾ നൽകി കഴിഞ്ഞു. കെ.സിയെ മാറ്റി പകരം രാജസ്ഥാനിൽ നിന്നുള്ള യുവ നേതാവ് സച്ചിൻ പൈലറ്റിന് ചുമതല നൽകുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. രാഹുലും പ്രിയങ്കയുമായി ഏറെ അടുത്തു നിൽക്കുന്ന നേതാവാണ് സച്ചിൻ പൈലറ്റ്. അശോക് ഗെഹ്ലോട്ടുമായുള്ള രാഷ്ട്രീയ പോരിൽ ഇപ്പോൾ സമവായം കണ്ടെത്തിയ സച്ചിൻ പൈലറ്റ് AICC തലപ്പത്തേക്ക് എത്തുമെന്ന് നിലവിൽ ഉറപ്പായിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ.സി. വേണുഗോപാലിനെ മാറ്റിയാണ് സച്ചിൻ പൈലറ്റിനെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയാണ് സച്ചിൻ പൈലറ്റിന്റെ പേര് നിർദ്ദേശിച്ചത്. നിലവിൽ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് സച്ചിൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ മികച്ച ഭൂരിപക്ഷത്തോടെ BJP അധികാരം പിടിച്ചതോടെ ഇനിയുള്ള വർഷങ്ങളിൽ സച്ചിന് രാജസ്ഥാനിൽ കാര്യമായ റോൾ ഇല്ല എന്നതാണ് വസ്തുത. കെ.സിയെ തലപ്പത്ത് നിന്ന് നീക്കി കേരളത്തിലെ കോൺഗ്രസിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ നിയോഗിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര മോഹിക്കുന്നവരുടെ തലയ്ക്ക് മുകളിലേക്ക് കെ.സി. വേണുഗോപാൽ പറന്നിറങ്ങുമെന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇളകുന്ന കസേരയിൽ ഒന്ന് കെ.സി. വേണുഗോപാലിന്റേതായിരിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അതിന് ഒരു മുഴം നീട്ടിയെറിയുകയാണ് കെ.സി. വേണുഗോപാൽ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും അടക്കം വലിയ തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങിയപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും കെ.സിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതോടെയാണ് അവസാന അംഗം എന്ന നിലയിൽ ബീഹാറിലും കെ.സി. നയിക്കാൻ എത്തിയത്. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുമ്പോഴും കെ.സി. കേരളത്തിൽ തന്നെ തുടരുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു നേതാവ് ചെയ്തത്. ബീഹാറിൽ ഇന്ത്യ പക്ഷം അധികാരം പിടിക്കുകയാണെങ്കിലും ഒരു പക്ഷേ കെ.സി. മാറി പകരം സച്ചിൻ പൈലറ്റ് എത്തുമെന്ന് ഉറപ്പിക്കാം. നിലവിൽ കേരളത്തിൽ സർവശക്തനാണ് കെ.സി. വേണുഗോപാൽ. പണ്ട് സംസ്ഥാന നേതാക്കൾ തമ്മിൽ വടംവലി രൂക്ഷമാകുമ്പോൾ ഇടയിൽ ചാടി വീഴുന്ന മധ്യസ്ഥന്റെ റോളിലാണ് കെ.സി. എങ്കിൽ അവിടെ നിന്ന് ഗാന്ധി കുടുംബത്തിന്റെ അനുഗ്രഹ ആശംസകളോടെയാണ് കേരളത്തിലേക്ക് പറിച്ചു നടുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന സതീശനെ സൈഡാക്കി കഴിഞ്ഞ ദിവസം AICC ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായി ആരെയും പാർട്ടി ഉയർത്തിക്കാട്ടില്ല എന്നതായിരുന്നു അത് കെ.സിയുടെ പാത സുഗമമാക്കുന്നതിന് വേണ്ടിയാണെന്ന ആരോപണവും ശക്തമാണ്. എന്തായാലും സംഘടനാ ജനറൽ സെക്രട്ടറി പദവി കെ.സി. വിടുമെന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല.